നമസ്കാരം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ പുകയുകയാണ് തർക്കം. ഒടുവിൽ എന്തായാലും ഈ തർക്കം തെരുവ് യുദ്ധത്തിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ഹൈക്കമാൻഡ് നിരീക്ഷകർ മടങ്ങിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേതാക്കളുടെ അണികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയും കൂടി വന്നു ചേർന്നു. എന്തായാലും കളമശ്ശേരിയിൽ KC വേണുഗോപാലിനായി സ്ഥാപിച്ച ഫ്ലക്സുകൾ കീറി നശിപ്പിക്കുകയും മുഖത്ത് കരിയോയിൽ ഒഴിക്കുകയും ചെയ്തത് ആകെ അങ്ങ് സംഘർഷാവസ്ഥ രൂക്ഷമാക്കിയിട്ടുണ്ട്. റിയൽ കിങ് എന്നെഴുതിയ KCയുടെ ഫ്ലക്സുകൾ ബ്ലേഡ് ഉപയോഗിച്ച് കീറിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ ജന്മനാടായ നെട്ടൂരിലും എറണാകുളം നഗരമധ്യത്തിലും INTC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ പ്രകടനങ്ങളാണ് നടന്നത്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സതീശൻ ക്യാമ്പ് കളം പിടിക്കുന്നത്. മാധവ ഫാർമസി ജംഗ്ഷനിൽ മനസ്സിൽ നന്മയുള്ളവരുടെ നാട് ഭരിക്കട്ടെ എന്നെഴുതിയ ഭീമൻ കട്ടൗട്ടുകളും സതീശൻ അനുകൂലികൾ ഉയർത്തിയിട്ടുണ്ട്. പട നയിച്ച് ഭൂരിപക്ഷം നേടിയ സതീശനെ തഴഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് പ്രവർത്തകരുടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി തർക്കം തെരുവിലേക്ക് നീണ്ടതിൽ UDF-ലെ ഘടകകക്ഷി നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കൻ, മുഗൾ മാസനിക് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ പ്രതിഷേധം പരസ്യമായും പ്രകടിപ്പിച്ചിരുന്നു.